ഇത്തവണ 20-20 സീറ്റും നേടുമെന്ന് KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ. ബൂത്തുതല അവലോകനത്തിനു ശേഷം ഇന്ന് KPCCയുടെ നേതൃയോഗത്തിനെത്തിയ 16 കോൺഗ്രസ് സ്ഥാനാർത്ഥികളിൽ 15 പേരും ജയം ഉറപ്പെന്ന് പറയുമ്പോഴും ഒരാൾ മാത്രം ആശങ്കാകുലനായി കാണപ്പെട്ടു. തൃശൂരിലെ UDF സ്ഥാനാർത്ഥി TN പ്രതാപങ്ങൾ. തൃശൂരിൽ കാര്യങ്ങൾ അത്ര ശുഭസൂചകമല്ലെന്നാണ് UDF സ്ഥാനാർത്ഥി TN പ്രതാപന്റെ വെളിപ്പെടുത്തൽ. തുഷാറായിരുന്നുവെങ്കിൽ ഉഷാറായി ലക്ഷം വോട്ടിന് ജയിച്ചു കയറുമായിരുന്നു. ഇതിപ്പോ സുരേഷ് ഗോപി വന്ന് ഗോപി വരയ്ക്കുന്ന മട്ടാണ്. ഹിന്ദു വോട്ടുകൾ ഗോപി പിടിച്ചാൽ രാജാജി രാജാവാകും, TN പ്രതാപൻ ഗോപിയും. തൃശൂരിൽ എൻകൗണ്ടർ അന്വേഷിക്കുന്നു. തങ്ങൾ കുഴിച്ച ശബരിമലയുടെ വാരിക്കുഴിയിൽ UDF വീഴുമോ? ആശങ്ക തൃശൂരിൽ മാത്രമോ? ഈ ചർച്ചയിൽ നമുക്കൊപ്പം ചേരുന്നു CPM നേതാവ് VPP മുസ്തഫ കാസർഗോഡ് നിന്നും, BJP നേതാവ് അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ തൃശൂരിൽ നിന്നും, കോൺഗ്രസ് നേതാവ് A ഷുക്കൂർ ആലപ്പുഴയിൽ നിന്നും ചേരും. രാഷ്ട്രീയ നിരീക്ഷകൻ A സജീവനും നമ്മളോടൊപ്പമുണ്ട്. ഞാൻ ശ്രീ VPP മുസ്തഫയിലേക്ക് പോകുന്നു. VPP മുസ്തഫ, ഇന്ന് KPCC നേതൃയോഗത്തിൽ ബൂത്ത് തല യോഗത്തിന് ശേഷം വന്ന TN പ്രതാപന്റേത് ഒരു കൃത്യമായ കണക്കുകൂട്ടലുകളുടെയുള്ള നിരീക്ഷണമാണെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? കോൺഗ്രസിന് സാധ്യതയുള്ള മണ്ഡലമായി ആദ്യം കൽപ്പിച്ചതാണ് തൃശൂർ, പ്രത്യേകിച്ച് മത്സരിക്കുന്നത് TN പ്രതാപനായതുകൊണ്ട്. പക്ഷേ ഇപ്പോൾ UDFന്റെ വോട്ട് സുരേഷ് ഗോപി പിടിച്ച് BJPക്ക് കൊടുത്താൽ ജയിക്കാൻ പോകുന്നത് രാജാജി ആയിരിക്കും. അത്തരം സാധ്യതകളുണ്ടോ തൃശൂരിൽ? ഇതിൽ ആദ്യം എനിക്കൊരു സന്തോഷമുള്ളത്, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏതായാലും അങ്ങനെ ഒരു KPCC നേതൃയോഗം ചേരുകയും ബൂത്ത് തലത്തിൽ നിന്നുള്ള വിവരങ്ങൾ ഉൾപ്പെടെ ശേഖരിച്ചൊരു പരിശോധന നടത്താനും സന്നദ്ധമായി എന്നുള്ളത് ഏറെ കാലത്തിന് ശേഷം കേരളത്തിലെ കോൺഗ്രസ് സംഘടനയിൽ നിന്ന് വരുന്ന ശുഭകരമായ ഒരു വാർത്തയാണ്. കഴിഞ്ഞ കുറേ കാലമായി കോൺഗ്രസ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ കേവലം ഒരു ആൾക്കൂട്ടമാണ്. കോൺഗ്രസിന് സ്വാധീനമില്ല എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. പക്ഷേ കോൺഗ്രസ് പഴയതുപോലെ ഒരു സംഘടന ഉണ്ടാക്കുന്നതിൽ അങ്ങേയറ്റം പിറകോട്ട് പോവുകയായിരുന്നു. അവരിങ്ങനെ നേതാക്കൾക്ക് ചുറ്റുമുള്ള ഗ്രൂപ്പുകളും ഉപഗ്രൂപ്പുകളും ഒക്കെയായി ഒരു ആൾക്കൂട്ടം മാത്രമായിട്ട് നിൽക്കുകയായിരുന്നു. അങ്ങനെ ആൾക്കൂട്ടമായി കോൺഗ്രസ് മാറിയതിൻ്റെ ദുരന്തമാണ് രാജ്യത്ത് പൊതുവെയും കേരളത്തിലും നമ്മൾ കാണുന്നത്. ഈ കോൺഗ്രസിൽ നിന്ന് രായ്ക്ക് രാമായണം BJPയിലേക്കുള്ള മാറ്റത്തിന് ഒരു പ്രയാസവുമില്ലാത്ത അവസ്ഥയുണ്ടായത്. ഏതായാലും ആ സാഹചര്യം മനസ്സിലാക്കി ഇങ്ങനെ ബൂത്ത് തലം വരെയുള്ള പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തി അവിടെ നിന്ന് വിവരങ്ങളൊക്കെ ശേഖരിക്കുക എന്നൊക്കെ പറയുന്ന ഒരു സംഘടനാ സെറ്റപ്പിലേക്ക് കോൺഗ്രസ് വരാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ശുഭോദർക്കമായ ഒരു കാര്യമാണ്. കോൺഗ്രസ് അങ്ങനെ വരേണ്ടതുണ്ട് എന്നുള്ളതാണ്. BJPയെ പ്രതിരോധിക്കാൻ കോൺഗ്രസിന് കഴിയണമെങ്കിൽ അത് കേവലം ഒരു ആൾക്കൂട്ടം എന്നുള്ളതിനപ്പുറത്ത് ഒരു സംഘടനയായി വരാനുള്ള അതിൻ്റെ നീക്കമുണ്ടാകണം. ആ നിലയിൽ അങ്ങനെ ഒരു ശ്രമമാണ് നടന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് ശുഭോദർക്കമായ ഒരു കാര്യമാണ്. പക്ഷേ എന്താണ് വിഷയം? ഇവിടെ നേരത്തെ UDFന്റെ യോഗം ചേർന്നപ്പോൾ പറഞ്ഞിട്ടുള്ളതും ഇന്ന് മുല്ലപ്പള്ളി ആവർത്തിച്ചതും 19 സീറ്റിൽ ജയിക്കുമെന്നാണ് UDF, 20 സീറ്റിൽ ജയിക്കുമെന്നാണ് മുല്ലപ്പള്ളി പറയുന്നത്. പക്ഷെ അങ്ങനെയല്ല യഥാർത്ഥ വസ്തുത എന്നുള്ളത് ഫീൽഡിൽ നേരിട്ടിറങ്ങിയ ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ ശ്രീ TN പ്രതാപൻ പറയുകയാണ്. അദ്ദേഹമാണ് നേരിട്ട് ഫീൽഡിൽ ഉണ്ടായത്. അദ്ദേഹത്തിന്റെ അനുഭവമാണ് അദ്ദേഹം പറയുന്നത്. ഇത് ഞങ്ങൾ നേരത്തെ ചൂണ്ടിക്കാണിച്ചതാണ്. കേരളത്തിൽ BJPയുമായിട്ടുള്ള ഒരു അവിശുദ്ധ ബന്ധം കോൺഗ്രസ് സ്ഥാപിച്ചെടുക്കുന്നുണ്ട്. അത് ശബരിമല സമരത്തിന്റെ സമയത്ത് തന്നെ തുടങ്ങി. അതുകൊണ്ടാണ് അന്ന് BJP നടത്തുന്ന വർഗീയ ഇടപെടലുകൾ അത് വർഗീയ ഇടപെടലായിരുന്നു എന്നിപ്പോൾ RSSന്റെ സംഘി ഗ്രൂപ്പുകളിൽ വരുന്ന വിഴുപ്പലക്കൽ നിന്ന് നമ്മൾ മനസ്സിലാക്കാൻ തുടങ്ങിയല്ലോ ശബരിമല സമരത്തെക്കുറിച്ച്. ഏതായാലും അതിരിക്കട്ടെ, ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. അങ്ങനെ RSSകാർക്കിടയിൽ തന്നെ വിഴുപ്പലക്കലുകൾ വന്നിട്ടുള്ള ശബരിമല സമരത്തിൽ അന്ന് കൊടി പിടിക്കാതെ ആ സമരത്തിന് പിന്തുണ പറയാൻ പോയവരാണ് കോൺഗ്രസ്. അന്ന് അങ്ങനെയാണ് അവർ പറഞ്ഞത്, ഞങ്ങൾ കൊടി പിടിക്കാതെ ശബരിമല സമരം ഏറ്റെടുക്കുന്നു എന്നുള്ളതാണ്. അതിന്റെ ദുരന്തമാണ് ഇപ്പോൾ വന്നുപെട്ടിട്ടുള്ളത്. തൃശൂരിൽ TN പ്രതാപൻ ബൂത്ത് തല അവലോകനത്തിന് ശേഷം കണ്ടെത്തിയത് താൻ പരാജയപ്പെടുമെന്നാണ്. പക്ഷെ ജയിക്കുന്നത് രാജാജി മാത്യുവായിരിക്കും. UDFന്റെ വോട്ടുകൾ ഭിന്നിപ്പിച്ച് അത് BJPയിലെ സുരേഷ് ഗോപി എന്ന സ്റ്റാർ താരം സ്വന്തമാക്കുമ്പോൾ തൃശൂരിൽ രാജാജി മാത്യു ജയിക്കാനുള്ള സാധ്യത കൂടുതലാണ് എന്നാണ് ഇന്ന് TN പ്രതാപൻ പറഞ്ഞത്. അല്ല, സ്വാഭാവികമായിട്ടും ആര് പരാജയപ്പെടും ആര് ജയിക്കുമെന്നുള്ളതിനെക്കുറിച്ച് ഓരോരുത്തരുടെ അവരുടെ അവകാശവാദങ്ങളുണ്ടാവും.
ആ അവകാശവാദങ്ങളെല്ലാം 23-ാം തീയതി പെട്ടി തുറക്കുമ്പോഴേ നമുക്ക് പറയാൻ പറ്റൂ. BJPക്ക് ഒരു സീറ്റ് പോലും കേരളത്തിൽ കിട്ടില്ല. ഭൂരിപക്ഷം ചിന്നിച്ചിതറിപ്പോയി. ന്യൂനപക്ഷം ഒന്നടങ്കം ഞങ്ങൾ വോട്ട് ചെയ്തു. എന്താണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ മുല്ലപ്പള്ളി പറഞ്ഞത്? അതിനുശേഷം കോടിയേരി ബാലകൃഷ്ണനും പറഞ്ഞത് വലിയ വ്യത്യാസവുമില്ല. ഭൂരിപക്ഷം ഒരുമിച്ചിട്ടേയില്ല. അതേസമയത്ത് ന്യൂനപക്ഷം അതിശക്തമായി ഞങ്ങളുടെ കൂടെ നിന്നു എന്നാണ് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞത്. അതുകൊണ്ട് 18 സീറ്റ് ഞങ്ങൾക്ക് ഉറപ്പാണ്. അവകാശവാദങ്ങൾ ആർക്ക് വേണമെങ്കിലും ആകാം. പക്ഷേ 23-ാം തീയതിയിലെ റിയലിസ്റ്റിക് ആയിട്ടുള്ള സംഖ്യ വരുമ്പോഴേ ആർക്കൊക്കെ എന്തൊക്കെ കിട്ടി, എന്തൊക്കെ കിട്ടും, എത്ര കിട്ടി എന്നുള്ളതിനെക്കുറിച്ച് പറയാൻ കഴിയും. പക്ഷെ ഞാൻ ഒന്ന് പറയാം, എല്ലാവരും ന്യൂനപക്ഷത്തിൻ്റെ കൺസോളിഡേഷനെ ബേസ് ചെയ്തുകൊണ്ടാണ് കേരളത്തിൽ രാഷ്ട്രീയം കളിക്കുന്നത്. കേരളത്തിലെ രാഷ്ട്രീയം ന്യൂനപക്ഷ കൺസോളിഡേഷനെ ബേസ് ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും അപകടകരവും ദുഃഖകരവുമായിട്ടുള്ള വസ്തുത. ഇത് ഞാൻ പറയുമ്പോൾ ഉടനെ ഞാൻ എന്നെ വർഗീയവാദിയായിട്ടൊക്കെ ചിത്രീകരിക്കാം. പക്ഷേ ന്യൂനപക്ഷ കൺസോളിഡേഷനോ ഭൂരിപക്ഷ കൺസോളിഡേഷനോ അല്ലല്ലോ ഇപ്പം നരേന്ദ്രമോദിയെ കുറിച്ചിട്ടുള്ള ഏറ്റവും വലിയ ആരോപണം ഉന്നയിക്കുന്നത്. അദ്ദേഹം 5 വർഷം ഭരിച്ചതിനെ കുറിച്ച് പറഞ്ഞില്ല എന്ന. സ്വാഭാവികമായിട്ടും ന്യൂനപക്ഷ കൺസോളിഡേഷൻ അല്ലല്ലോ കോടിയേരി ബാലകൃഷ്ണൻ പറയേണ്ടത്. പിണറായി വിജയന്റെ സദ്ഭരണത്തിന് വോട്ട് കിട്ടിയിരിക്കുന്നു എന്നല്ലേ പറയണ്ടേ? അതിനെ തിരഞ്ഞെടുപ്പ് നടക്കുന്നത് നിയമസഭയിലേക്കല്ലല്ലോ ബി ഗോപാലകൃഷ്ണൻ. തെരഞ്ഞെടുപ്പ് നടക്കേണ്ടത് ഞാൻ രണ്ടാമത്തെ കൂടി പറയും മനസ്സിലാവാം. BJPയുടെ ദുർഭരണത്തിനെതിരായിട്ട് ഞങ്ങളുടെ പോരാട്ടം നടത്തി. ആ പോരാട്ടത്തിൽ ഞങ്ങൾക്ക് മോദി വിരുദ്ധ വോട്ടാണ് കിട്ടിയത് എന്ന് പറയണമല്ലോ ഏറ്റവും മിനിമം. ഇത് രണ്ടുമല്ല പറഞ്ഞത്. ഞാൻ വളരെ ഒരു ഗൗരവമായിട്ടുള്ളൊരു വിഷയം ചൂണ്ടിക്കാണിക്കുക. അങ്ങനെ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം, വിരോധമില്ല. കാരണം ഭരണകക്ഷിയുടെ പ്രവർത്തനത്തിനെതിരായിട്ടുള്ള ഒരു വോട്ട് ശേഖരണമാണ്. പക്ഷെ ഇവിടെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഇടതുപക്ഷവും വലതുപക്ഷവും പറഞ്ഞത് ന്യൂനപക്ഷ കൺസോളിഡേഷൻ ഞങ്ങൾക്ക് അനുകൂലമായിന്നാണ്. ഈ കേരളത്തിൽ എന്ത് തരം താഴ്ന്ന ഒരു രാഷ്ട്രീയ സമീപനമാണ് ഇവർ സ്വീകരിക്കുന്നത്? ഇനിയും ഭൂരിപക്ഷ കൺസോളിഡേഷൻ ഞങ്ങൾക്ക് അനുകൂലമായി എന്ന് പറഞ്ഞാലോ, BJPക്ക് ഭൂരിപക്ഷത്തിൻ്റെ കൂടുതൽ വോട്ട് കിട്ടിയെന്ന് പറഞ്ഞാൽ ഉടനെ എൻ്റെ സുഹൃത്ത് സജീവൻ അടക്കമുള്ള ആളുകൾ ഉടനെ പറയും, കണ്ടോ ഭിന്നിപ്പിച്ച് ഭരിക്കുകയാണ്, ഇവർക്ക് ഭൂരിപക്ഷത്തിൻ്റെ വോട്ടിന് വേണ്ടിയിട്ടാണ് ഇവർ പരിശ്രമിക്കുന്നത്, ഇവർ ഇങ്ങനെയാണ് പറയുന്നത്, ഇതാണ് വർഗീയത എന്ന് പറയുകയും ചെയ്യും. അപ്പോൾ വാസ്തവത്തിൽ പ്രതാപൻ പറഞ്ഞ വിഷയം ഞാൻ മുന്നിലേക്ക് വെക്കുമ്പോൾ പ്രതാപൻ പറഞ്ഞത് പ്രതാപൻ്റെ വോട്ട് മുഴുവൻ പോയി. ഈ വോട്ട് പോയത് ആശങ്കയുണ്ട്. ആ വോട്ട് മുഴുവൻ സുരേഷ് ഗോപി കൊണ്ടുപോയി. വാസ്തവത്തിൽ പ്രതാപന് മാത്രമല്ല ഈ ആശങ്ക, പ്രതാപനേക്കാൾ വലിയ ആശങ്ക CPM-നാണ്. കാരണം ഹിന്ദു എന്ന് പറയുന്ന വിഭാഗം, ഞാൻ ഭൂരിപക്ഷ വിഭാഗത്തെക്കുറിച്ച് പറയുക, ഹിന്ദു എന്ന് പറയുന്ന വിഭാഗം ഏറ്റവും കൂടുതൽ ഇന്ന് കേരളത്തിൽ ഏത് പ്രസ്ഥാനത്തിലാണ് എന്ന് ചോദിച്ചാൽ ഈ തെരഞ്ഞെടുപ്പിന് ശേഷത്തെ കാര്യം എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷേ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെയുള്ള കാലഘട്ടത്തിൽ ഏറ്റവും വലിയ ഹിന്ദു സമൂഹം ഏറ്റവും കൂടുതൽ വോട്ട് ചെയ്തിട്ടുള്ളത് അവർ ഹിന്ദു സമൂഹത്തിൻ്റെ പേരിലല്ല, പക്ഷെ പാർട്ടി എന്ന പേരിൽ വോട്ട് ചെയ്തിട്ടുള്ളത് ഇടതുപക്ഷത്തിനാണ്. അത് നിഷേധിക്കാൻ കഴിയില്ല. അപ്പോൾ വാസ്തവത്തിൽ ഭൂരിപക്ഷത്തിൻ്റെ വോട്ട് ഏറ്റവും കൂടുതൽ BJPയിലേക്ക് വരുന്നുണ്ടെങ്കിൽ, സാർ ഞാനൊന്ന് പറഞ്ഞോട്ടെ കേട്ടോ പ്ലീസ്. അപ്പോൾ വാസ്തവത്തിൽ ഭൂരിപക്ഷത്തിൻ്റെ വോട്ട് BJPയിലേക്ക് വരികയാണെങ്കിൽ ആ വോട്ട് വരുന്നത് സ്വാഭാവികമായിട്ടും CPM-ലായിരിക്കും കൂടുതൽ വരാൻ ചാൻസ് ഉള്ളത്. അങ്ങനെയായിരുന്നു നിരീക്ഷണം ഉണ്ടായിരുന്നത്. പക്ഷേ TN പ്രതാപനെങ്കിലും പറയുന്നു അങ്ങനെയല്ല സംഭവിക്കുന്നത് എന്ന ചില സൂചനകളാണ്. അതാണ് നമ്മൾ ഇന്ന് ചർച്ചയ്ക്ക് എടുത്തത്. ഞാൻ വിശദമായി അങ്ങയിലേക്ക് വരാം. ഞാൻ ശ്രീ ഷുക്കൂറിനെ കൂടി ചർച്ചയിലേക്ക് ഒന്ന് ക്ഷണിച്ചുകൊള്ളട്ടെ. ശ്രീ ഷുക്കൂർ, ഇന്ന് KPCC നേതൃയോഗത്തിൽ TN പ്രതാപൻ തൃശ്ശൂരിന്റെ പരാജയം ഉറപ്പിക്കുന്ന തരത്തിൽ ആശങ്കപ്പെട്ടു കണ്ടു എന്നാണ് വാർത്തകൾ. 20-ൽ 1 വെട്ടി. അരുൺ, അങ്ങനെ പറയാനാവില്ല. പ്രതാപൻ ചില വസ്തുതകൾ പറഞ്ഞു. ആ വസ്തുതകൾ പ്രതാപന് ബോധ്യപ്പെട്ടതാണ് എന്ന തരത്തിൽ വന്നു. പക്ഷേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, 20-ൽ 20 സീറ്റിൽ ലഭിക്കത്തക്ക തരത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് വിധി ഉണ്ടാകും എന്ന് കേരളത്തിൽ ഞങ്ങളെല്ലാം പ്രതീക്ഷിക്കുകയാണ്. അതിന് പ്രത്യേക കാരണങ്ങളുണ്ട്. കാരണം നരേന്ദ്രമോദിക്കെതിരായുള്ള ഒരു വോട്ട്, അതോടൊപ്പം തന്നെ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ നിലപാടിനെതിരായ ഒരു വോട്ട്, അത് UDFന് അനുകൂലമായി വരികയാണ്. അത് ഭൂരിപക്ഷ സമുദായത്തിൽ നിന്നുണ്ട്, മതന്യൂനപക്ഷങ്ങളിൽ നിന്നുണ്ട്, പിന്നോക്ക സമൂഹങ്ങളിൽ നിന്നുണ്ട്. അതുകൊണ്ട് അത് ഒരു മേൽക്കൈ വരാൻ പോവുകയാണ്. നമുക്കറിയാമല്ലോ, പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലും അസംബ്ലി തെരഞ്ഞെടുപ്പുകളിലും ചിത്രം
വേറിട്ടതാണ് എന്നുള്ളത് സംശയമില്ലാത്തതാണ്. അത് കൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്ന് മത്സരിക്കുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ തന്നെ അത് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഒന്ന് നോക്കൂ, എത്ര മണിക്കൂറുകൾ ക്യൂ നിന്നാണ് സാധാരണക്കാർ, പാവപ്പെട്ടവർ, കഷ്ടപ്പാട് പ്രയാസങ്ങളുമുള്ളവർ വോട്ട് ചെയ്യാൻ ക്യൂവിൽ നിന്നത്. രാത്രി 11 മണി വരെ ക്യൂ നീണ്ടുപോയ ഘട്ടങ്ങളുമുണ്ട് വോട്ട് ചെയ്ത് തീരുന്നത് വരെ. അവിടെയൊക്കെ ഇടതുമുന്നണിക്ക് സാധ്യതയുണ്ടെന്നാണ് ചിലരെങ്കിലും പറയുന്നത്, പ്രത്യേകിച്ച് വടകര അടക്കം. അങ്ങ് വടകരയാണ് സൂചിപ്പിച്ചതെങ്കിൽ ഞാൻ അതിലേക്ക് വരാം. അതിനു മുമ്പ് എം ഷുക്കൂർ, നമുക്ക് ഈ വിഷയത്തിലേക്ക്, തൃശ്ശൂർ മണ്ഡലത്തിന്റെ കാര്യത്തിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ, ഇന്ന് ടി എൻ പ്രതാപൻ ബൂത്ത് തലത്തിലെ അവലോകനത്തിന് ശേഷം ഹിന്ദു മണ്ഡലത്തിലെ വോട്ടുകൾ അഥവാ ഹിന്ദു വോട്ടുകൾ വ്യാപകമായി BJP-യിലേക്ക് പോയി, അത് സുരേഷ് ഗോപിയുടെ സാന്നിധ്യം കൊണ്ട് തന്റെ വിജയസാധ്യത നഷ്ടപ്പെട്ടു എന്ന് തിരിച്ചു പറയുമ്പോൾ സ്വാഭാവികമായും ശബരിമല അടക്കമുള്ള വിഷയങ്ങൾ പ്രചരണത്തിലേക്ക് ആയുധമാക്കിയെടുത്ത UDF-ന്റെ തന്ത്രം പൊളിഞ്ഞുവെന്നല്ലേ മനസ്സിലാക്കേണ്ടത്? ശ്രീ എ ഷുക്കൂർ, അങ്ങേക്ക് എന്നെ കേൾക്കാൻ കഴിയുമെങ്കിൽ ഞാൻ അങ്ങയിലേക്ക് തിരിച്ചു വരാം. വളരെ പെട്ടെന്ന് ഞാൻ അങ്ങയിലേക്ക് തിരിച്ചു വരാം. അതെ, കേൾക്കാമെങ്കിൽ, അങ്ങേക്ക് എന്നെ കേൾക്കാമെങ്കിൽ, UDF മുന്നിലേക്ക് വെച്ച ശബരിമല അടക്കമുള്ള പ്രചരണ വിഷയങ്ങൾ പാളിപ്പോയി എന്നതിന്റെ സൂചനയാണോ തൃശ്ശൂരിലെ ഹിന്ദു വോട്ടുകൾ BJP-യിലേക്ക് പോയി എന്ന ടി എൻ പ്രതാപന്റെ ഏറ്റുപറച്ചിൽ? അത് സുരേഷ് ഗോപി ആയിരുന്നതുകൊണ്ട് കൂടുതൽ സ്റ്റാർ എന്ന നിലയിൽ അത് പോയി. അങ്ങനെയല്ല. സുരേഷ് ഗോപിക്കൊരു താരപരിവേഷമുണ്ട്. ആ താരപരിവേഷത്തിൽ കുറെ വോട്ടുകൾ പോയിട്ടുണ്ടാകാം. ആ വോട്ടുകൾ പോയിട്ടുണ്ടെങ്കിലും ഞങ്ങൾ ജയിക്കുമെന്ന് തന്നെയാണ് KPCC-യുടെ കണക്ക്. ഞങ്ങൾ ബോധ്യപ്പെട്ടത് അതാണ്. ശ്രീ പ്രതാപ് പറയുന്നത് അങ്ങനെ പോയിട്ടുള്ള വോട്ടുകൾ ചിലപ്പോൾ നെഗറ്റീവ് ആകാമെന്നേ പറഞ്ഞിട്ടുള്ളൂ, അല്ലാതെ പൂർണ്ണമായും പരാജയപ്പെട്ടു പോകും എന്ന് പ്രതാപൻ പറഞ്ഞിട്ടില്ല. നെഗറ്റീവ് ആകാം. ആ താരപരിവേഷത്തിന്റെ അടിസ്ഥാനത്തിൽ കുറെ വോട്ടുകൾ പോകാം, അല്ലാതെ വിശ്വാസികളുടെ വോട്ട് പോകുമെന്നുള്ള വിശ്വാസം ഞങ്ങൾക്കില്ല. അത് ഞങ്ങൾക്ക് വിശ്വാസികളുടെ ഒരു ഇന്ന് KPCC നേതൃയോഗത്തിനുള്ളിൽ ശ്രീ ടി എൻ പ്രതാപൻ പറഞ്ഞത് ഹിന്ദുക്കളുടെ വോട്ട് പോകുമെന്നാണ്, നായർ സമുദായത്തിന്റെ വോട്ട് പോകുമെന്നാണ്, ധീവര സമുദായത്തിന്റെ വോട്ട് പോകുമെന്നാണ്. അത് സുരേഷ് ഗോപിക്ക് പോകുന്നത് കൊണ്ട് ഫലം നെഗറ്റീവ് ആണെങ്കിൽ പോലും അത്ഭുതപ്പെടാനില്ല എന്നാണ് വ്യക്തമായി പറഞ്ഞു. ഞാൻ തോക്കാൻ പോവുകയാണ് എന്നാണ്. അതിനോട് യോജിക്കാനേ കഴിയില്ല. കാരണം പ്രതാപൻ എന്ത് അടിസ്ഥാനത്തിലാണ്, ഏത് കാര്യത്തിലാണ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയല്ല. സുരേഷ് ഗോപി മത്സര രംഗത്ത് വന്നപ്പോൾ അതിനു മുമ്പ് ഉള്ള ഒരു സ്ഥാനാർത്ഥിയുടെ പേര് പറഞ്ഞത് ആ പേര് കൂടി പറഞ്ഞുകൊണ്ടാണ്. ആ സ്ഥാനാർത്ഥിയായിരുന്നല്ലെങ്കിൽ ഈ താരപരിവേഷം ഈ തെരഞ്ഞെടുപ്പിൽ വോട്ടുകൾ ഷിഫ്റ്റ് ചെയ്യിച്ചിട്ടുണ്ടെങ്കിൽ നെഗറ്റീവ് ആകാം എന്നേ പറഞ്ഞിട്ടുള്ളൂ, അല്ലാതെ വിശ്വാസികളുടെ കാര്യങ്ങൾ എടുത്തു പറഞ്ഞിട്ടേ ഇല്ല. ഒരു നമുക്ക് ഈ വിഷയങ്ങളെല്ലാം വളരെ ആഴത്തിൽ തന്നെ ചർച്ചയ്ക്ക് എടുക്കുകയും ചെയ്യാം. ശ്രീ എ സജീവൻ നമ്മളോടൊപ്പം ചേരുന്നു. ശ്രീ എ സജീവൻ, ഇന്ന് തൃശ്ശൂരിൽ KPCC നേതൃയോഗത്തിൽ കണ്ടത് തൃശ്ശൂരിന്റെ മാത്രം സൂചനയാണോ അതോ UDF ശബരിമല വിഷയത്തെ മുൻനിർത്തിക്കൊണ്ട് പ്രചരണം നടത്തിയതിന് കൊടുക്കേണ്ടി വരുന്ന വിലയുടെ തുടക്കമാണോ? തീർച്ചയായിട്ടും ഇത് പ്രതാപൻ്റെ ഈ വാക്കുകൾ ഒരു മണ്ഡലത്തെ മാത്രം ആധാരമാക്കിയുള്ളതാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം പ്രതാപൻ തൃശ്ശൂരിൻ്റെ കാര്യം പറഞ്ഞു. തനിക്കുണ്ടാകാവുന്ന ഒരു തിരിച്ചടി, തനിക്കുണ്ടാകാവുന്ന ഒരു വീഴ്ച, തനിക്ക് വരാൻ പോകുന്ന ഒരു പരാജയത്തിൻ്റെ സാധ്യതയാണ് അദ്ദേഹം സ്വാഭാവികമായിട്ടും പറയുക. മറ്റ് പല ആളുകളും അത് പറഞ്ഞില്ല എന്നേ ഉള്ളൂ. ഈ കോൺഗ്രസ് ഇന്നത്തെ യോഗത്തിൽ പങ്കെടുത്ത മറ്റ് സ്ഥാനാർത്ഥികൾ ഒക്കെ വിജയപ്രതീക്ഷ സ്വാഭാവികമായിട്ടും പറയുമ്പോൾ അവർ ഈ യാഥാർത്ഥ്യം കണ്ടില്ല എന്നുള്ളതാണ് സത്യം. ഇവിടെ ഗോപാലകൃഷ്ണൻ പറഞ്ഞ രീതിയിലേക്കെല്ലാം പോകുന്നത് ഒരു കാര്യം നമുക്കറിയാവുന്നതാണ്. ശബരിമല ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ ഒരു പ്രധാന വിഷയമായിരുന്നു, അതിന് സംശയമൊന്നുമില്ല. നരേന്ദ്രമോദിയുടെ ഭരണത്തിൻ്റെ മികവോ അല്ലെങ്കിൽ പരാജയമോ അതിനെക്കുറിച്ചുള്ള ചർച്ചകളൊക്കെ വന്നിട്ടുണ്ടാകും. നരേന്ദ്രമോദി തുടരണമോ വേണ്ടയോ എന്നുള്ള കാര്യങ്ങളൊക്കെ സ്വാഭാവികമായിട്ടും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇവിടെ കേരളത്തിലെ മറ്റ് തെരഞ്ഞെടുപ്പുകളിൽ ഉണ്ടാവാതിരുന്ന ഒരു വലിയ കാര്യം, ഒരു പ്രത്യേക കാര്യം എന്ന് പറയുന്നത് ശബരിമലയിലെ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ടതാണ്. അവിടെ കോൺഗ്രസ്സുകാർ വിചാരിക്കുന്ന വിശ്വാസികൾ തങ്ങളുടെ ഒപ്പമാണ്. BJP-ക്കാർ സ്വാഭാവികമായിട്ടും അവരുടെ പഴയ നിലപാടൊക്കെ മാറ്റിയിട്ട് ഇതിൽ നിന്ന് മുതലെടുക്കാനായിട്ട് വിശ്വാസികളെ കൂട്ടുപിടിക്കാനായിട്ടുള്ള ഒരു വലിയ ശ്രമം നടത്തി.
ഇവിടെയാണ് കോൺഗ്രസിനുണ്ടായ പരാജയം. നമ്മൾ പലപ്പോഴും അതിനെക്കുറിച്ച് ചർച്ച നടത്തിയിട്ടുള്ള ഷുക്കൂറിനും ഒരിക്കലും സമ്മതിക്കാത്തൊരു കാര്യമാണ്. വിശ്വാസികൾ ഞങ്ങൾക്കൊപ്പം എന്ന് പറയുമ്പോൾ, ഞങ്ങൾ വിശ്വാസികൾക്കൊപ്പം എന്ന് പറയുമ്പോൾ കോൺഗ്രസ്സുകാർക്ക് ഉണ്ടാകുന്ന ഒരു വലിയ പ്രശ്നം എന്ന് പറയുന്നത് അവർ വലിയൊരു ആയുധം ഉണ്ടാക്കിയിട്ട് അത് BJP കൊടുക്കുകയാണ്. BJP ഉയർത്തുന്ന എന്താണോ അവരുടെ മുദ്രാവാക്യം അത് തന്നെ അവർ ഉണ്ടാക്കി. BJPയുടെ ഈ വിഷയത്തിലുള്ള കള്ളക്കളികൾ അവർ പുറത്തു കൊണ്ടുവരുന്നതിന് പകരം അവർ നേരിട്ട് ഇടതുപക്ഷത്തിനെതിരെയുള്ള പോരാട്ടമാക്കി. ഇവിടെ സ്വാഭാവികമായിട്ട് നമുക്കറിയാം, പ്രതാപം പറയുന്ന സുരേഷ് ഗോപി അദ്ദേഹം സ്ഥാനാർത്ഥിയാവുന്നതിന് മുമ്പ് സ്ഥാനാർത്ഥിയാകാൻ വേണ്ടിയിട്ട് തൃശ്ശൂരിൽ വന്നപ്പോൾ ആദ്യം പറഞ്ഞത് അയ്യനെക്കുറിച്ചാണ്, അയ്യനെതിരെയുള്ള ഈ പ്രശ്നങ്ങളെക്കുറിച്ചാണ്, അയ്യനെ തകർക്കാൻ ശ്രമിക്കുന്നതിനെ കുറിച്ചാണ്. സ്വാഭാവികമായിട്ടും കുറേ വോട്ടുകൾ ശബരിമല പ്രശ്നവുമായി ബന്ധപ്പെട്ട് സുരേഷ് ഗോപിക്ക് അനുകൂലമായി പോകും. അവിടെ പ്രതാപൻ കണ്ടെത്തിയ ഒരു സത്യമുണ്ട്, ഗോപാലകൃഷ്ണൻ സമ്മതിക്കാത്തൊരു സത്യം. അവിടെ പ്രതാപം പറയുന്നത് ഈ വോട്ടുകൾ കുറേ BJPയിലേക്ക് പോകും, അതിൻ്റെ നേട്ടം CPIക്കാണ് കിട്ടാൻ പോകുന്നത്, രാജാജി മാത്യുവിനാണ് കിട്ടാൻ പോകുന്നത്. ആ യാഥാർത്ഥ്യം അദ്ദേഹം കണ്ടു. ഇത് പല മണ്ഡലങ്ങളിലും താങ്കൾ ചോദിച്ച ഒരു ചോദ്യം പോലെ പല മണ്ഡലങ്ങളിലും ഈ ഒരു പ്രശ്നമുണ്ട്. നേട്ടം ഈ ആയുധമുണ്ടാക്കിയിട്ട് വലിയ ശബരിമല എന്നുള്ള ഒരു വലിയ പ്രശ്നം ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ആയുധമുണ്ടാക്കിയിട്ട് ആയുധം നേരിട്ട് BJPക്ക് കൊടുക്കുന്ന രീതിയിലേക്ക് ഒറ്റവാചകത്തിൽ നമ്മൾ അതിനെ നിരീക്ഷിക്കുകയാണെങ്കിൽ ഈ പണി നന്നായിട്ട് എടുക്കാൻ അറിയാവുന്നവരായിരുന്നു BJPക്കാർ. ആ പണി എടുക്കാൻ കോൺഗ്രസുകാർ പോയതിന്റെ ഫലമാണ് തൃശ്ശൂരിൽ പാവം TN പ്രതാപൻ അനുഭവിക്കേണ്ടി വന്നത്. നിങ്ങൾ സംസാരിച്ചത് രാഷ്ട്രീയമായിരുന്നില്ല, വിശ്വാസ രാഷ്ട്രീയമായിരുന്നു. BJP സംസാരിച്ചതും അത് തന്നെ. അതിന്റെ ഫലം അനുഭവിക്കേണ്ടി വരുന്നു. അത്രയല്ലേ കണക്കാക്കാൻ കഴിയൂ ഷുക്കൂർ? അങ്ങനെ എടുക്കാനേ പറ്റില്ല അരുൺ. ഒരു കാര്യം മനസ്സിലാക്കണം, വിശ്വാസികളുടെ ആ വിശ്വാസ്യതയ്ക്ക് ഊന്നൽ കൊടുക്കാൻ, അവരോടൊപ്പം നിൽക്കാൻ കോൺഗ്രസ് എടുത്ത നിലപാട് കാപട്യമുള്ള നിലപാടല്ല, സത്യസന്ധമായ നിലപാടാണ്. അത് വർഷങ്ങളായി കേരളത്തിൽ UDF കോൺഗ്രസും എടുത്തിട്ടുള്ള നിലപാടുകളുടെ തുടർച്ചയായിരുന്നു. ആ തുടർച്ചയുടെ ഭാഗമാണ് ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റിനെ കൊണ്ട് ഒരു കോടതിയിലേക്ക്, സുപ്രീം കോടതിയിലേക്ക് അതിനൊരു റിവ്യൂ ഹർജിയായി പോകാനുണ്ടായ സാഹചര്യം. ഞങ്ങളുടെ കാലഘട്ടത്തിൽ ദേവസ്വം ബോർഡ് എടുത്ത നിലപാട് അത് തുടർന്ന് ഞങ്ങൾ എടുക്കുന്നു എന്ന് ബോധ്യപ്പെടുത്താൻ ഞങ്ങൾക്കായി. അവിടെ വിശ്വാസികൾക്ക് ആ വിശ്വാസ്യത ഉറപ്പുവരുത്താൻ ഞങ്ങളുടെ ആ നടപടി മൂലം കഴിഞ്ഞു. എന്നാൽ ഇടതുപക്ഷത്തിനോ അല്ലെങ്കിൽ നരേന്ദ്രമോദിക്കോ അതായിട്ടില്ല. നരേന്ദ്രമോദിക്ക് ഒരു നിയമം കൊണ്ടുവരാനും ഒരു ഓർഡിനൻസിലൂടെ ഈ കാര്യങ്ങൾ പരിഹരിക്കാനും കഴിയുമായിരുന്ന അവസ്ഥയുണ്ടായിട്ടും രാജ്യത്ത് ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കാൻ, ഒരു നിയമനിർമ്മാണത്തിലേക്ക് പോകാൻ നരേന്ദ്രമോദിക്കുമായില്ല. അതിന് തുനിഞ്ഞില്ല. അതിൻ്റെ അർത്ഥം വിശ്വാസവഞ്ചന അവർ കാട്ടി. അവർ പറയുന്നതല്ല പ്രവർത്തിക്കുന്നത് എന്ന് തെളിയിച്ചു. പിണറായി വിജയന്റെ മറ്റൊരു നിലപാടായിരുന്നു, അതും ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു. അപ്പോൾ പിണറായി വിജയനിൽ നിന്ന് വോട്ട് ഷിഫ്റ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ വോട്ട് ഷിഫ്റ്റിന്റെ ആനുകൂല്യം ലഭിക്കുന്നത് UDFനാണ്. അതുപോലെ തന്നെ അയ്യന്റെ പേരിൽ വോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ആ വിശ്വാസികളോടൊപ്പം നിന്ന് UDFനെ മറക്കാൻ ഒരു സാഹചര്യവും ഇവിടെയില്ല. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിലെ നിലപാടിന് രാഹുൽ ഗാന്ധി പിന്തുണ പ്രഖ്യാപിച്ചതും. ആ കേരളത്തിലെ നിലപാടിന് പിന്തുണ പ്രഖ്യാപിക്കുന്ന രാഹുൽ ഗാന്ധി കേരളത്തിൽ മത്സരിക്കുന്നതോടൊപ്പം ഇവിടെ സംസ്ഥാന നേതൃത്വം നിർബന്ധിപ്പിച്ച് രാഹുൽ ഗാന്ധിയെ കൊണ്ട് നിലപാട് മാറ്റിയെന്ന് പറയൂ. അതായിരുന്നില്ലേ സത്യവും? ആദ്യം രാഹുൽ ഗാന്ധിക്ക് മറ്റൊരു നിലപാടായിരുന്നു എന്നത് നമുക്കറിയാമായിരുന്നത്. അല്ല അരുൺ, അല്ല. ദുബായിൽ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന് ശേഷം ദുബായിൽ പ്രത്യേകം അഭിമുഖം മാധ്യമ പ്രവർത്തകരോട് നടത്തിയപ്പോൾ അദ്ദേഹം അത് തുറന്നു പറഞ്ഞു. കേരള സംസ്ഥാനത്തെ സാഹചര്യം നിങ്ങൾ നോക്കണം. അവിടെ നിലപാടുകൾ ഉറച്ചെടുത്തൊരു ഗവൺമെന്റ് ഉണ്ട്. ആ ഗവൺമെന്റിന്റെ നിലപാടുകൾ തുടരുന്നു. അതുപോലെ അതായിരുന്നു വിശ്വാസികളോടൊപ്പം ആ മുസ്തഫ, നിലവിൽ കോൺഗ്രസ് ശബരിമല വിഷയത്തെ മുൻനിർത്തി അല്ലാതെ ക്യാമ്പയിൻ ചെയ്തിരുന്നുവെങ്കിൽ കുറച്ചുകൂടി വസ്തുനിഷ്ഠമായി മോദിയെ അറ്റാക്ക് ചെയ്യുന്ന തരത്തിൽ മറ്റു സംസ്ഥാനങ്ങളിൽ ചെയ്തതുപോലെയുള്ള ഒരു ക്യാമ്പയിനാണ് കേരളത്തിൽ നടത്തിയിരുന്നതെങ്കിൽ ഒരുപക്ഷെ TN പ്രതാപൻ സൂചിപ്പിക്കുന്ന ഈ തൃശൂർ മണ്ഡലത്തിന്റെ മാതൃകയിലുള്ള അവസ്ഥയ്ക്ക് UDFന് ഇരയാകേണ്ടി വരുമായിരുന്നു. എന്താണ് നിങ്ങളുടെ ഒരു കണക്കുകൂട്ടൽ VPP മുസ്തഫ? തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലും തെരഞ്ഞെടുപ്പിന് മുമ്പും
കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് അടവുകളെ കുറിച്ച് കഴിഞ്ഞ കുറച്ചു കാലമായി കോൺഗ്രസ് സ്വീകരിച്ചു വരുന്ന തെറ്റായ സമീപനത്തെക്കുറിച്ച് ഞങ്ങൾ അന്നേ സൂചിപ്പിച്ചതാണ്. നൂറ്റാണ്ടിലേറെ പാരമ്പര്യമുള്ള ദേശീയ പ്രസ്ഥാനത്തിന്റെ മഹിമയാർന്ന തുടർച്ചയുള്ള ഒരു കാലത്ത് ആദർശത്തിന്റെ പരിവേശമുണ്ടായിരുന്ന കോൺഗ്രസ് കഴിഞ്ഞ നൂറ്റാണ്ട് കാലമായി രാജ്യത്താകെ തകർച്ചയിലാണ്. ആ തകർച്ചയിൽ നിന്ന് മുതലെടുത്തത് BJP ആണ്. BJPയുടെ വളർച്ചയെ എതിരിടാൻ കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ദൗർഭാഗ്യവശാൽ കോൺഗ്രസ് സ്വീകരിച്ചത് BJPയുടെ തീവ്ര വർഗീയതക്കെതിരെ മൃദുവർഗീയ സമീപനമായിരുന്നു. ആ മൃദുവർഗീയതയെക്കുറിച്ച് കോൺഗ്രസ് കൈക്കൊണ്ടുവരുന്ന മൃദുവർഗീയതയെക്കുറിച്ച് ഞങ്ങൾ നല്ലതുപോലെ വിമർശനം ഉന്നയിച്ചതാണ്. കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിൽ, ഗുജറാത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ, രാജസ്ഥാൻ, മധ്യപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെല്ലാം കോൺഗ്രസ് സ്വീകരിച്ച ആ മൃദുവർഗീയ സമീപനം എന്തുമാത്രം അപകടം ചെയ്യും. ഇത് തന്നെയാണ് ശബരിമല വിഷയം സമയത്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ കൊടി പിടിച്ച BJPയോടൊപ്പം കൊടി പിടിക്കാതെ കോൺഗ്രസ്സുകാരും അണിനിരന്നപ്പോൾ ഞങ്ങൾ ഉന്നയിച്ച വിമർശനം BJPയുടേത് തീവ്രവർഗീയ നയങ്ങളാണെങ്കിൽ അതിനെ എതിരിടാനെന്ന വട്ടിൽ മൃദുവർഗീയ നയങ്ങളിലേക്ക് കോൺഗ്രസ് പോകുന്നു. അത് കോൺഗ്രസിന് അപകടം വരുത്തുമെന്ന് ഞങ്ങൾ അന്നേ ചൂണ്ടിക്കാണിച്ചതാ. അത് പരമാർത്ഥമാണ് എന്ന് ഇപ്പൊ തെളിയുകയാണ്. അത് ശ്രീ സജീവൻ സൂചിപ്പിച്ച പോലെ തൃശ്ശൂരിൽ മാത്രം നിൽക്കുന്നില്ല, സംസ്ഥാനത്തെ എല്ലാ മണ്ഡലങ്ങളിലും കാണും. അങ്ങനെയെല്ലാമുള്ള അടിയൊഴുക്കുകളെ കുറിച്ചാണ് ഞങ്ങൾ നേരത്തെ തന്നെ സൂചിപ്പിച്ചത്. ഇതിന്റെ ഭാഗമായിട്ടാണ് കേരളത്തിലെ കോൺഗ്രസിലെ ഒരു വിഭാഗം നേതൃത്വം, പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ BJPയുമായിട്ട് അവിഹിത ബന്ധത്തിന് അവർക്ക് ആ പാരമ്പര്യം കേരളത്തിലുണ്ട്. അത് BJPയുടെ നേതാക്കൾ തന്നെ എഴുതി വെച്ചിട്ടുള്ളതാണ്. BJP നേതാക്കളുടെ ജീവചരിത്ര പുസ്തകങ്ങളിലുള്ളതാണ്. എങ്ങനെയാണ് നേരത്തെ കോൺഗ്രസുമായിട്ടൊക്കെ ഈ അവിഹിത ബന്ധം BJP ഉണ്ടാക്കിയത് എന്ന് അത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇതെല്ലാം ചേരുമ്പോഴാണ് എങ്ങനെയാണ് കോൺഗ്രസിൽ നിന്നുണ്ടാകുന്ന അടിയൊഴുക്ക് എന്ന പ്രശ്നം വരുന്നത്. അതുകൊണ്ട് കോൺഗ്രസ് അത് കാണേണ്ടതാണ്. പക്ഷെ അത് ശ്രീ ഗോപാലകൃഷ്ണൻ സൂചിപ്പിക്കുന്നത് പോലെ അവരെന്തോ ഭൂരിപക്ഷത്തിന്റെ വക്താക്കളായതുകൊണ്ടൊന്നുമല്ല. അവർ അധികാരത്തിൽ വന്ന തെരഞ്ഞെടുപ്പിൽ പോലും 31% വോട്ടേ BJPക്ക് കിട്ടിയിട്ടുള്ളൂ. പക്ഷെ നമ്മുടെ പാർലമെന്ററി ജനാധിപത്യ ക്രമത്തിന്റെ ചില രീതികൾ കൊണ്ട് വോട്ട് കുറവാണെങ്കിലും സീറ്റ് അധികം കിട്ടി. അത് ബംഗാളിൽ നമ്മൾ കഴിഞ്ഞ വർഷം കണ്ടതാണ്. 10% സീറ്റുള്ള കോൺഗ്രസിന് 4 സീറ്റ് കിട്ടി. പക്ഷേ 29% വോട്ടുള്ള CPMന് 2 സീറ്റേ കിട്ടിയിട്ടുള്ളൂ. അതുകൊണ്ട് ഇതൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. എത്ര ജനങ്ങൾ കൂടെയുണ്ട്, അവിടെ ഭൂരിപക്ഷ വിഭാഗത്തിലെ ഒരു പ്രത്യേകതയാണ്. നമുക്ക് അതിലേക്ക് വരണ്ട. നമുക്ക് ശ്രീ ഗോപാലകൃഷ്ണൻ വളരെ പെട്ടെന്ന് ഇതിനൊരു മറുപടി കൂടി നൽകണം. ഈ കോൺഗ്രസിന്റെ മൃദു ഹിന്ദുത്വ സമീപനം ഒരു പരിധിവരെ നിങ്ങൾക്കും തലവേദന ഉണ്ടാക്കുന്നുണ്ട്. നിങ്ങളെ വിജയിക്കാൻ അനുവദിക്കുന്നുമില്ല, എന്നാൽ ഇടതുപക്ഷത്തെ വിജയിക്കാൻ അനുവദിക്കത്തക്ക രീതിയിൽ ഭൂരിപക്ഷ വോട്ടുകളെ സ്പ്ലിറ്റ് ചെയ്യുന്ന സ്പ്ലിറ്റ് കട്ടറായിട്ട് തീരുന്നു UDF. അത് തന്നെ ആയിരിക്കുമോ ഈ 2019 കേരളം കാണാൻ പോകുന്ന മാജിക് 23-ാം തീയതി? അതിനോട് ഞാൻ 2-3 കാര്യങ്ങൾ പറയാം, അതിന് സമയം അനുവദിക്കണം. ഒന്നാമത്തെ കാര്യം, ഇപ്രാവശ്യത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സജീവൻ തെറ്റിദ്ധരിക്കേണ്ട, ഞാൻ കൃത്യമായി പറഞ്ഞുതരാം. ഇപ്രാവശ്യത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ അജണ്ട സെറ്റ് ചെയ്തത് BJP ആണ്. ഞങ്ങളുടെ അജണ്ട എന്ന് പറയുന്നത് പ്രതിപക്ഷത്തിൻ്റെ എല്ലാ ആക്രമണവും ഭരണപക്ഷത്തിൻ്റെ വീഴ്ചയാണ്. ശബരിമലയെ തകർക്കാനും ശബരിമലയിൽ യുവതികളെ കൊണ്ടുവന്ന് 18-ാം പടി നിർത്താനും ഒക്കെയുള്ള ശ്രമം പരസ്യമായി പ്രഖ്യാപിച്ചപ്പോൾ, സ്വാഭാവികമായി 40,000 കേസെടുത്തപ്പോൾ, ആളുകളെ ആക്രമിച്ചപ്പോൾ, പോലീസിൻ്റെ കിരാതമായ നടപടി ഉണ്ടായപ്പോൾ അതിനെതിരെ ഞങ്ങൾ രംഗത്ത് വന്നു. അത് കേരളത്തിലെ രാഷ്ട്രീയമായിട്ട് ഭാരതീയ ജനതാ പാർട്ടി ഫലപ്രദമായിട്ട് തന്നെ ആ വിഷയം ജനങ്ങളുടെ മുമ്പിലെത്തിച്ചു. അത് ഭരണപക്ഷത്തിൻ്റെ വീഴ്ച പ്രതിപക്ഷത്തിൻ്റെ സ്വാഭാവികമായിട്ടുള്ള നേട്ടത്തിന് കാരണമാകും. അതുകൊണ്ട് ഈ അജണ്ട സെറ്റ് ചെയ്തത്, കേരളത്തിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ അജണ്ട സെറ്റ് ചെയ്തത് BJP തന്നെയാണ്. അതിനകത്തൊരു സംശയവുമില്ല. ഞങ്ങൾക്ക് അതിനകത്തൊരു വിഷമവുമില്ല. കാരണം സമയം ഞാൻ തരാം. ശ്രീ ഗോപാലകൃഷ്ണൻ, നിലവിൽ നിങ്ങളുടെ ഈ അജണ്ടയിൽ വീണുപോയ ചില ആളുകൾ പ്രതികരിച്ചു തുടങ്ങിയിട്ടുണ്ട്. പത്മാപിള്ളയെ പോലെയുള്ളവർ, ശങ്കുട്ടി ദാസിനെ പോലെയുള്ളവർ, ഈ പറയുന്ന ഗുരുമൂർത്തിയെ പോലെയുള്ളവർ. അല്ല, ഞങ്ങളുടെ സംഘടനയുമായി ബന്ധപ്പെട്ടവരും ബന്ധപ്പെടാത്തവരും ഉണ്ട്. ചില ആളുകളൊക്കെ അങ്ങനെ പറഞ്ഞെന്ന് വരും. നമ്മളൊരു ഗൗരവമായിട്ടുള്ള വിഷയത്തെക്കുറിച്ച് പറയുമ്പോൾ ഈ സോഷ്യൽ മീഡിയയിലെ ചില ആളുകളുടെ ചർച്ചയെക്കുറിച്ചൊന്നും നമ്മളിവിടെ പറയണ്ട. അതൊന്നും ഞങ്ങൾ കണക്കിലെടുത്തിട്ടില്ല, അത് മാറ്റിവെക്കൂ. ഞാൻ പറഞ്ഞു വന്നത്, ഞങ്ങൾക്കൊരു നിലപാടുണ്ട്. ആ നിലപാട് എന്നും ഭാരതീയത, പാരമ്പര്യം, സംസ്കാരം, ഹിന്ദുത്വം. അതിൽ വിട്ടുവീഴ്ച ഞങ്ങൾ അന്നും ചെയ്തിട്ടില്ല, ഇന്നും ചെയ്തിട്ടില്ല, നാളെ തൊട്ട് ചെയ്യൂല.
ഹിന്ദുത്വം എന്ന് പറയുന്നത് സംസ്കാരത്തിന്റെ ഭാഗമാണെന്നും ആ ഹിന്ദുത്വം എന്ന് പറയുന്നത് ദേശീയതയാണെന്നും അത് പാരമ്പര്യത്തിലും ആചാരത്തിലും അനുഷ്ഠാനത്തിലും അടിസ്ഥാനമാക്കിയതാണെന്ന് ഞങ്ങൾ അന്ന് പറഞ്ഞിട്ടുണ്ട്, ഇന്ന് പറഞ്ഞിട്ടുണ്ട്, നാളെയും പറയും. അതിനകത്തൊരു കോംപ്രമൈസും ഇല്ല. ശബരിമല വിഷയത്തിൽ ഞങ്ങളത് ഉയർത്തിക്കൊണ്ടുവന്നു. ഇനി ശബരിമല വിഷയത്തിൽ അത് ഉയർത്തിക്കൊണ്ടുവന്നപ്പോൾ അതിന്റെ ഇമ്പാക്ട് ഇടതുപക്ഷത്തെയും ബാധിക്കും, വലതുപക്ഷത്തെയും ബാധിക്കും. തെറ്റിദ്ധരിക്കേണ്ട തൃശ്ശൂർ മാത്രമാണെന്ന് തെറ്റിദ്ധരിക്കേണ്ട. നാളെ തിരുവനന്തപുരത്തെ ചർച്ചയിലും ഇത് വരും, തിരുവനന്തപുരത്തും വരും, കേരളത്തിലെ മുഴുവൻ നിയോജക മണ്ഡലത്തിലും എവിടെയൊക്കെയാണോ BJP ശക്തരായിട്ടുള്ളത് അവിടെയൊക്കെ അത് വരും. BJP വോട്ട് ചെയ്താൽ BJP വിജയിക്കുമെന്ന് ഫീൽ ചെയ്യുന്ന സ്ഥലത്തെല്ലാം വിശ്വാസി സമൂഹം ഇടതുപക്ഷത്തിന്റെയും വലതുപക്ഷത്തിന്റെയും BJPയോടൊപ്പം ഒരു ചെറിയ ഇടപെടൽ കൂടി ശ്രീ ഗോപാലകൃഷ്ണൻ, തൃശ്ശൂരിന്റെ കാര്യം പറഞ്ഞതുകൊണ്ട് കൂടിയാണ് ഈ സുരേഷ് ഗോപിയുടെ സാന്നിധ്യമാണ് TN പ്രതാപനെ സ്പോയിലർ ആക്കിയതെന്നാണ് പറയുന്നത്, തന്റെ സാധ്യതയെ നശിപ്പിച്ചത്. തുഷാർ വെള്ളാപ്പള്ളി ആയിരുന്നുവെങ്കിൽ 1 ലക്ഷം വോട്ടിന് ജയിക്കുമായിരുന്നു എന്നുകൂടി പറയുന്നുണ്ട് TN പ്രതാപൻ. എന്ന് പറഞ്ഞാൽ അവിടെ BJPയുടെ തന്ത്രങ്ങളെക്കാൾ സുരേഷ് ഗോപിയുടെ സാന്നിധ്യമാണ് TN പ്രതാപന്റെ സാധ്യതയെ നശിപ്പിച്ചത് എന്നാണ്. രണ്ട് കാര്യമുണ്ട്. ഞാനൊരു വസ്തുനിഷ്ഠമായിട്ടുള്ള അനാലിസിസ് നടത്തിയാൽ അവിടെ രണ്ട് കാര്യമാണ്. TN പ്രതാപനെ സംബന്ധിച്ചിടത്തോളം എൻ്റെ സുഹൃത്താണ്, ഞാൻ സംസാരിക്കാറുള്ളതാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം തുഷാർ ആയിരുന്നു അവിടെ സ്ഥാനാർത്ഥി എങ്കിൽ കൂടുതൽ വോട്ടുകൾ ഇടതുപക്ഷത്തിൻ്റെതായിരിക്കും തുഷാർ പിടിക്കുക എന്നൊരു തോന്നൽ അദ്ദേഹത്തിനുണ്ട്. കാരണം BDJS എന്ന് പറയുന്നത് ഒരു ഈഴവ കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ടതാണ്. ഈഴവ സമുദായം കൂടുതലും CPM-ൽ പ്രതിനിധാനം ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഈഴവ കമ്മ്യൂണിറ്റി അതൊക്കെ തന്നെയും പ്രതാപൻ പലവട്ടം സംസാരിച്ചിട്ടുള്ളതാണ്. ഗോപാലകൃഷ്ണൻ, നായന്മാർ വോട്ട് ചെയ്യില്ല എന്ന്, BJP പോലും BDJS വോട്ട് ചെയ്യുമായിരുന്നില്ല എന്ന്, അതല്ലേ വാസ്തവം? ഞാൻ മുഴുവൻ പറഞ്ഞു വന്നാലല്ലേ നിങ്ങൾ, ഇത് എൻ്റെ കാഴ്ചപ്പാടല്ല, അയാളുടെ കാഴ്ചപ്പാടല്ലേ ഞാൻ ഈ പറഞ്ഞു വരുന്നത്. പ്രതാപൻ എന്നോട് പറഞ്ഞ കാര്യമാണ് ഞാൻ പറയുന്നത്. പ്രതാപന്റെ കാഴ്ചപ്പാടാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്, എൻ്റെ കാഴ്ചപ്പാടല്ല. പ്രതാപൻ പറഞ്ഞു വന്നത് സ്വാഭാവികമായും BDJS സ്ഥാനാർത്ഥിയാവുമ്പോൾ അത് ഇടതുപക്ഷത്തിന്റെ വോട്ടുകൾ പിടിക്കും, അങ്ങനെ വരുമ്പോൾ ഞാൻ ജയിക്കും, ഇതാണ് അദ്ദേഹത്തിന്റെ കാൽക്കുലേഷൻ. പക്ഷെ അടിസ്ഥാനപരമായ തെറ്റ് ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് വെക്കുന്ന അജണ്ടയിൽ, ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് വെച്ചിട്ടുള്ള കാഴ്ചപ്പാടിൽ നായരും ഈഴവനും ഒന്നുമില്ല. അവിടെ ഒറ്റ വിഭാഗം മാത്രമേ ഉള്ളൂ. ആ വിഭാഗം അയ്യപ്പ വിശ്വാസിയാണ്. ക്രൈസ്തവരടക്കമുള്ള ആളുകൾ ശബരിമലയിൽ പോകാറുണ്ട്. ആ ഹിന്ദു വിശ്വാസി, ആ അയ്യപ്പ വിശ്വാസിയാണ് ഞങ്ങളുടെ ടാർഗറ്റ്. അതുകൊണ്ട് ആ അയ്യപ്പ വിശ്വാസികൾ ഈഴവനും നായരും പുലയനും പറയനും ക്രൈസ്തവനും മുഹമ്മദിയനും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് ആ കാഴ്ചപ്പാട് ഇന്നലെ വരെ തുടർന്നു വന്ന കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനമാണ്. രണ്ടാമത്തെ കാര്യം, 3 കാര്യം പറഞ്ഞാൽ നിർത്താം. രണ്ടാമത്തെ കാര്യം, വർഗീയത വീഴും എന്നായിരുന്നല്ലോ ഇവരുടെ ഇടതുപക്ഷത്തിന്റെ ക്യാമ്പയിൻ. അങ്ങനെയാണെങ്കിൽ അവർ ആ ക്യാമ്പയിൻ കൊണ്ടുവരാൻ പാടുണ്ടോ? വർഗീയത വീഴും എന്ന് പറഞ്ഞാൽ വലതുപക്ഷം വിശ്വാസികളുടെ കൂടെയാണ് എന്ന് പറഞ്ഞതിന്റെ ഒരു നെഗറ്റീവായിട്ടുള്ള ആസ്പെക്ട് ആയിരുന്നില്ലേ അത്? വർഗീയത വീഴും. അത് 1957 മുതൽ 2019 വരെ മാറി മാറി ഇടതുപക്ഷവും വലതുപക്ഷവും ഭരിച്ചിട്ടും ഇപ്പോഴും വർഗീയത വീഴും, അല്ലെങ്കിൽ വീഴാൻ പോവാ, അല്ലെങ്കിൽ ഞങ്ങൾ വീഴ്ത്താൻ പോവാ എന്ന് പറഞ്ഞാൽ ഇതുവരെ വർഗീയവാദം അല്ലെങ്കിൽ വർഗീയത ഇവിടെ നിലനിൽക്കുന്നുണ്ട് എന്നല്ലേ അതിന്റെ അർത്ഥം? ബുദ്ധിയുള്ളവർ ചിന്തിക്കില്ലേ? അപ്പൊ ആ വർഗീയത കൊണ്ടുവന്നതാരാ? ഈ ഇടതുപക്ഷവും വലതുപക്ഷമാണെന്ന് ചിന്തിക്കില്ലേ? കാരണം ഞങ്ങൾ ആരും അധികാരത്തിൽ വന്നിട്ടില്ല. അപ്പൊ 57 തൊട്ട് അധികാരത്തിൽ വരാത്ത ഒരു പാർട്ടി ഇപ്പുറത്ത് നിൽക്കുന്നു, 57 മുതൽ ഇടതുപക്ഷവും വലതുപക്ഷവും ഭരിക്കുന്നു, എന്നിട്ട് ഇപ്പൊ പറയാ വർഗീയത വീഴ്ത്താൻ ഞങ്ങൾക്ക് വോട്ട് തരണമെന്ന്. അത് പറയുന്നത് തന്നെ തെറ്റല്ലേ? മൂന്നാമത്തെ കാര്യം കൂടി പറഞ്ഞ് ഞാൻ നിർത്താം. ഈ കേരളത്തിൽ വർഗീയവാദവും വർഗീയതയും വർഗീയ ലഹളയും കൊണ്ടുവന്നത് ഇടതുപക്ഷവും വലതുപക്ഷമാണ്. 13 വർഗീയ ലഹള. പണ്ട് അരുണുമായി ഞാൻ ഈ വിഷയം മീഡിയ വണ്ണിലെ ചർച്ചയിൽ വെച്ചപ്പോൾ ഒരു പുസ്തകം കൊണ്ടുവന്നു. ആ പുസ്തകത്തിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് എഡീഷൻ ഇപ്പം വന്നിട്ടുണ്ട്. അത് കുറച്ചുകൂടെ ഉണ്ട്, അതവിടെ കിടക്കട്ടെ. ഇതിനേക്കാൾ രൂക്ഷമായ മറ്റൊരു കാര്യം, പ്രതാപന്റെ വാക്കുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, രാഹുൽ ഗാന്ധി സുരേഷ് ഗോപിയുടെ മുമ്പിൽ തോറ്റുപോയിന്ന. നാളെ ഇനി കേരളത്തിൽ മുഴുവനും രാഹുൽ ഗാന്ധി ഏതാണ്ട് ഒരു 5-10 സ്ഥലത്ത് തോറ്റുപോകാൻ സാധ്യതയുണ്ട്. കാരണം ഷുക്കൂറും പ്രതാപനും മുല്ലപ്പള്ളിയും പറഞ്ഞ രാഹുൽ ഗാന്ധി വന്നതോടുകൂടി കേരളം മുഴുവൻ ഇളകി മറിഞ്ഞ് അവരുടെ കൂടെ പോകുന്ന. അപ്പൊ ഇപ്പൊ തന്നെ പ്രതാപൻ സംഭവിച്ചു, രാഹുൽ ഗാന്ധി പരാജയപ്പെട്ടിരിക്കുന്നു സുരേഷ് ഗോപിയുടെ മുമ്പിൽ. ഇതാണ് അതിനകത്ത് പ്രധാനപ്പെട്ട രാഷ്ട്രീയ മറുപടി. രാഹുൽ ഗാന്ധി വന്നു, കേരളം മുഴുവൻ UDF-ന് അനുകൂലമായി. പക്ഷേ TN പ്രതാപൻ പറയുന്നു സുരേഷ് ഗോപിക്ക് മുന്നിൽ തോറ്റുപോയി. ഇല്ല, ഒരിക്കലുമില്ല. ഇത് ചിത്രം വരാം. ഏതാനും 9 ദിവസങ്ങൾ കൂടി കാത്തിരുന്നാൽ പോരെ? രാഹുൽ ഗാന്ധി വന്നതിൻ്റെ മെച്ചം എന്തെന്നുള്ളത് നമുക്ക് ബോധ്യപ്പെടാൻ പോവുകയാണ്. ഇവിടെ എത്രമാത്രം നീചമായ വർഗീയതയാണ് ഗോപാലകൃഷ്ണനെ പോലുള്ളവർ പറയുന്നത്. ഞങ്ങളൊരു മതേതര പാർട്ടിയാണ്. VPP മുസ്തഫയ്ക്ക് സഹിക്കില്ല.
VPP മുസ്തഫയുടെ പാർട്ടിയുടെ നേതാവ് പ്രകാശ് കാരാട്ട് പറയുന്നത് BJP തൃണമൂൽ കോൺഗ്രസിനേക്കാൾ മുകളിലേക്ക് വരുമെന്നാണ് പശ്ചിമ ബംഗാളിൽ. അതിനെക്കുറിച്ച് VPP മുസ്തഫ എന്താ പറയുന്നത്? VPP മുസ്തഫയുടെ നേതാവ് പിണറായി വിജയനെ 77 ജയിപ്പിച്ചത് ജനസംഘമാണ്, BJP ആണ്, ഇന്നത്തെ RSS ആണ്, മറക്കണ്ട. ഇതൊന്നും ഒളിച്ചു വെച്ചിട്ട് കാര്യമില്ല. അപ്പോൾ അത്തരത്തിലുള്ള ബാന്ധവം ഇപ്പോഴും അപ്പോഴും ഉള്ളത് CPM-നാണ്. കോൺഗ്രസ് ദുർബലപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. കേരളത്തിലല്ലാതെ മാർക്സിസ്റ്റ് പാർട്ടി ഏത് സംസ്ഥാനത്തുണ്ട്? എവിടെയാണുള്ളത്? അതെല്ലാം അവിടെ നിൽക്കട്ടെ. ഞങ്ങൾ വർഗീയതയെ പ്രോത്സാഹിപ്പിക്കാനില്ല. ബുധു ഹിന്ദുത്വം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ ആക്ഷേപിച്ചാലും ഞങ്ങൾ ഒരു സെക്കുലർ പാർട്ടിയാണ്, മതേതര പാർട്ടിയാണ്. മതേതര ജനാധിപത്യം നിലനിർത്തണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അതുകൊണ്ട് രാഹുൽ ഗാന്ധി കൈലാസത്തിൽ പോയി ശിവഭക്തനായി അവതരിക്കുന്നുണ്ട്. അത് അവരുടെ വിശ്വാസം. അയ്യോ അരുൺ, നമ്മുടെ രാജ്യത്ത് ഏത് മതത്തിൽ വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ ഭരണഘടന തന്നിട്ടുണ്ട്. അതിന്റെ വിശ്വാസത്തിന്റെ ഭാഗമാണ് രാഹുൽ ഗാന്ധി പൂണൂലിട്ട ബ്രാഹ്മണനായി ക്ഷേത്രത്തിൽ പോയാൽ, ശിവക്ഷേത്രത്തിൽ പോയാൽ, അല്ലെങ്കിൽ പ്രിയങ്ക ഗാന്ധി പോയാൽ, അല്ലെങ്കിൽ സോണിയാഗാന്ധി പോയാൽ, അത് വിശ്വാസത്തിന്റെ ഭാഗമാണ്. ആ വിശ്വാസത്തെ അംഗീകരിക്കുന്ന പാർട്ടി തന്നെയാണ് കോൺഗ്രസ്. പക്ഷേ അവിടെ വർഗീയതയെ പ്രോത്സാഹിപ്പിക്കാനില്ല. അവിടെ ഹിന്ദുത്വം, മൃദു ഹിന്ദുത്വം, അല്ലാത്ത ഹിന്ദുത്വം എന്ന് പറഞ്ഞ് ഈ മാർക്സിസ്റ്റ് പാർട്ടി പറയുന്നത് പോലെ പറയാൻ ഞങ്ങളില്ല. ഞങ്ങൾ മതേതരത്വത്തെ പ്രോത്സാഹിപ്പിക്കും. മതേതരവാദികളായി ഏത് മതത്തിൽ വിശ്വസിക്കുന്നവരും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലുണ്ട്. ഏത് പിന്നോക്ക സമൂഹവും ഏത് മുന്നോക്ക സമൂഹവും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലുണ്ട്. അതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസക്തി. ഇതിനെ എല്ലാം ഒരുമിപ്പിച്ചു കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു ശക്തിയായി കോൺഗ്രസ് 60 വർഷക്കാലം ഇന്ത്യ രാജ്യത്ത് നേതൃത്വം കൊടുത്ത പാരമ്പര്യം ഇന്നും അംഗീകരിക്കപ്പെടുന്നുണ്ട്. അത് വീണ്ടും നമ്മുടെ കൊണ്ടുവരണം. രാഹുൽ ഗാന്ധിയുടെ പേഴ്സണാലിറ്റി കൾട്ടിൽ അഥവാ വ്യക്തിപ്രഭാവത്തിൽ കേരളത്തിലെ 20 സീറ്റും പിടിക്കാനിരുന്ന കോൺഗ്രസ് അടിയിലെ ഹിന്ദു വോട്ടുകൾ മാറി BJP-യിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് LDF-നെ വിജയിപ്പിക്കുന്ന ഒരു കാര്യം നേരത്തെ മനസ്സിലാക്കിയിട്ടില്ല എന്നതാണോ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടത്? അതല്ല, അത് ഈ ഘട്ടത്തിൽ സുരേഷ് ഗോപിയെ പോലെയുള്ള സ്റ്റാർ ക്യാമ്പയിനേഴ്സിന്റെ താരങ്ങളുടെ പ്രഭാവമായിട്ട് വേണോ നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ? ആദ്യമേ പറയാവുന്ന സുരേഷ് ഗോപിയുടെ താരപ്രഭാവമല്ല പ്രശ്നം. ഇവിടെ ഇപ്പോൾ നമുക്ക് നോക്കൂ, ഗോപാലകൃഷ്ണൻ ഇവിടെ ഈ ചർച്ചയിൽ തന്നെ പറഞ്ഞു, ഞങ്ങളാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ അജണ്ട തീരുമാനിച്ചതെന്ന്. ഒരു സംശയമില്ല, അവർ അജണ്ട തീരുമാനിച്ചു. അങ്ങനെ ഒരു അജണ്ട തീരുമാനിച്ച് BJP രംഗത്തിറങ്ങുന്നു, ഈ ശബരിമലയെ ഒരു വലിയ വിഷയമാക്കി എടുക്കുന്നു. അതിൽ പരമാവധി നേട്ടമുണ്ടാക്കാൻ പറ്റുന്ന സ്ഥാനങ്ങളിൽ പത്തനംതിട്ട, തിരുവനന്തപുരം, തൃശ്ശൂർ, ഈ 3 മണ്ഡലങ്ങളാണല്ലോ അവർ പ്രധാനമായിട്ട് മുന്നും വയ്ക്കുന്നത്. ആ 3 മണ്ഡലങ്ങൾ ഒരു സ്ഥലത്ത് ഗവർണറെ തന്നെ കൊണ്ടുവന്നു, മറ്റൊരു സ്ഥലത്ത് ഈ ശബരിമലയിൽ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ എന്ന് ഞാൻ പറയുന്നു, ഗോപാലകൃഷ്ണൻ സമ്മതിക്കുമെന്ന് അറിയില്ല, ഈ സുരേന്ദ്രനെ കൊണ്ടുവന്നു. മൂന്നാമത്തത് ഈ അയ്യന് വേണ്ടി വോട്ട് ചോദിക്കുന്ന സുരേഷ് ഗോപിയെ കൊണ്ടുവന്നു. ഇങ്ങനെയൊക്കെ ഈ ശബരിമല പരമാവധി ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് BJP തയ്യാറാകുന്നു എന്ന് കണ്ടപ്പോഴും ഇപ്പോൾ ഷുക്കൂർ സംസാരിച്ച അതേ ഭാഷയിലാണ് കോൺഗ്രസ് നേതാക്കന്മാർ ഓരോരുത്തരും സംസാരിച്ചുകൊണ്ടിരുന്നത്. അവർ പറയുന്നത് പിണറായി വിജയൻ ഇതാണോ BJP-യുടെ പ്രശ്നം? ഞങ്ങളുണ്ടാക്കിയ അജണ്ട, ഞങ്ങൾ വരച്ച വര എന്നൊക്കെ നേരത്തെ തന്നെ ഈ ശ്രീധരൻപിള്ള BJP-യുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീധരൻപിള്ള പറഞ്ഞപ്പോഴും അത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ഇപ്പോഴും ഗോപാലകൃഷ്ണൻ പറഞ്ഞല്ലോ, ഞങ്ങൾ തുടക്കം മുതലാണ് അതാണ് അജണ്ട സെറ്റ് ചെയ്ത്. അവർക്ക് പറ്റിപ്പോയ പ്രശ്നം, അവർ ചെയ്ത അജണ്ട സെറ്റ് ചെയ്തത് അത് രഹസ്യമാക്കി വെക്കുന്നതിന് പകരം അവരുടെ സംസ്ഥാന പ്രസിഡന്റ് പരസ്യമായിട്ട് പറഞ്ഞു. അത് അവരുടെ കൂടെയുള്ള കുറേ ആളുകൾ സംസ്ഥാന പ്രസിഡന്റിനെ ഒന്ന് കരിവാരിത്തേക്കാൻ വേണ്ടിയിട്ട് ആ പരസ്യപ്പെടുത്തി. പേരാർക്കും കിട്ടുമായിരുന്നില്ലല്ലോ. അത് പരസ്യപ്പെടുത്തിയപ്പോൾ നാട്ടുകാർ മനസ്സിലാക്കി, ഇവരുടെ അജണ്ടയാണെന്ന്. അതുകൊണ്ട് കുറേ നഷ്ടം അവർക്കുണ്ടായി. പക്ഷെ എന്നാൽ പോലും ഒരു വിഭാഗം ആളുകൾ അവർക്ക് അനുകൂലമായിട്ട് നിന്നു. ആ പ്രശ്നമാണ് പ്രതാപൻ പറഞ്ഞത്. പ്രതാപൻ യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നു. ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ പല കോൺഗ്രസ്സുകാർക്കും കഴിഞ്ഞത്. അവർ താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ രാഹുൽ ഗാന്ധിയെ ഇവിടെ കൊണ്ടുവന്നിട്ട് 20 മണ്ഡലങ്ങളും അങ്ങ് എടുത്തു കളയാം എന്ന രീതിയിലേക്ക് പോയി. ഒരു പ്രശ്നമുള്ളത്, ഈ രാഹുൽ ഗാന്ധി വരുന്നതിന് മുമ്പേ മുരളീധരൻ്റെ ഈ രംഗപ്രവേശത്തോടുകൂടി വടകരയിൽ ഒരു വലിയ അട്ടിമറി നടക്കാൻ പോകുന്നു, ജയരാജനെ പൂർണ്ണമായിട്ടും തകർക്കാൻ പോകുന്നു മുരളീധരൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് രാഹുൽ ഗാന്ധിയുടെ രംഗപ്രവേശത്തിന് ശേഷം മുരളീധരൻ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, ഇതവിടെ ആരും തിരിഞ്ഞു നോക്കുന്നില്ല എന്നുള്ള കാര്യം. ഈ പ്രശ്നമാണ്. ഇത് രാഹുൽ ഗാന്ധിക്ക് വേണ്ടിയിട്ട് എല്ലാവരും നെട്ടോട്ടുകൂടി വയനാട്ടിലേക്ക്, കോൺഗ്രസ്സുകാർ മുഴുവൻ രാഹുൽ ഗാന്ധി രക്ഷിക്കുമെന്ന് വിചാരിച്ചു.
അവിടെയാണ് BJP അജണ്ടയുമായി പോയത്. ആ അജണ്ട BJPക്ക് അനുകൂലമായിട്ട് കുറേയൊക്കെ വോട്ടുകൾ മാറുമ്പോൾ പോലും അതിൻ്റെ നേട്ടം ഒരു കാര്യമായൊരു പണിയും ചെയ്യാതെ LDFന് കിട്ടുന്ന രീതിയിലേക്ക് കുറേ സ്ഥലങ്ങളിൽ, എല്ലാ സ്ഥലമൊന്നും പറയുന്നില്ല, കുറേ സ്ഥലങ്ങളിൽ മാറിയിട്ടുണ്ട്. VPP മുസ്തഫ, നിലവിൽ ഈ ശബരിമല വിഷയം എന്നുള്ളത് എന്താണെങ്കിലും BJP അവരുടെ വോട്ടിന്റെ ശതമാനം വർദ്ധിപ്പിക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട്. പക്ഷേ ഇത് എത്രമാത്രം സീറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുമെന്ന കാര്യത്തിൽ മാത്രമേ സംശയമുള്ളൂ. പിടിക്കുന്ന വോട്ട് UDFിൻ്റെതാണെന്ന് പറയുമ്പോഴും പത്തനംതിട്ടയിലും തിരുവനന്തപുരത്തും അങ്ങനെയല്ല സ്ഥിതി. അവിടെ ഒരുപക്ഷെ LDFിൻ്റെ വോട്ട് ബാങ്ക് കൂടി BJP കൊണ്ടുപോകാനുള്ള സാധ്യതയുണ്ട്. ഇത്തവണ കഴിഞ്ഞ തവണ നേടിയ 15%-അപ്പുറത്തേക്ക് 21%-ലേക്കോ 25%-ലേക്കോ BJPയുടെ വോട്ടു വിഹിതം വർദ്ധിച്ചാൽ അത് LDFിൻ്റെ കൂടെ അതിലുണ്ടാവും. തൃശ്ശൂരിൻ്റെ കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നത് അവിടുത്തെ UDFിനോടൊപ്പം നിൽക്കുമായിരുന്ന നായർ പ്രബല സമുദായത്തിൻ്റെ വോട്ടുകൾ BJPയിലേക്ക് പോകുന്നു എന്നത് മാത്രമാണ്. അങ്ങനെയും ഒരു വിലയിരുത്തലുണ്ട്. ആ വിലയിരുത്തലിൽ എത്രമാത്രം ശാസ്ത്രീയതയുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇവിടെ ശബരിമല വിഷയം തെരഞ്ഞെടുപ്പിൽ മുഖ്യ അജണ്ടയാക്കാൻ BJP ശ്രമിച്ചുവെങ്കിൽ പോലും അതിവിടെ ശ്രീ സജീവൻ ചൂണ്ടിക്കാണിച്ചതുപോലെ ആ ചൂണ്ടയിൽ കൊത്തിയത് UDFും കോൺഗ്രസും മാത്രമാണ്. നിങ്ങളിപ്പോൾ വാട്സപ്പിലും അതുപോലെ യൂട്യൂബിലും തന്നെ ഞങ്ങളുടെ മുഖ്യ ക്യാമ്പയിനർ സഖാവ് പിണറായി വിജയനായിരുന്നല്ലോ. അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗത്തിൽ പോലും ഈ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം എത്രയോ പിന്നെ ക്യാമ്പയിനിൽ ഇടപെട്ടു. ഒരു പ്രസംഗത്തിൽ പോലും ശബരിമല കഴിഞ്ഞ നവംബർ ഡിസംബർ മാസങ്ങളിൽ അദ്ദേഹം തന്നെ വിശദീകരിച്ചതുപോലെ വിശദീകരിക്കേണ്ടി വന്നിട്ടില്ല. സഖാവ് പിണറായിയുടെ പ്രസംഗങ്ങൾ മുഴുവൻ കേന്ദ്ര ഗവൺമെന്റിന്റെ ഭരണപരമായ വീഴ്ചകൾ, ജനദ്രോഹ നടപടികൾ, അവരുടെ വർഗീയ നടപടികൾ ഇതാണ് പറഞ്ഞത്. 57 മുതലുള്ള കേരളത്തിന്റെ പ്രശ്നമല്ല പറഞ്ഞത്. ഇവിടെ കഴിഞ്ഞ 5 വർഷം അന്നത്തെ പ്രസംഗത്തിന്റെ ബാക്കി പത്രം ഈ തെരഞ്ഞെടുപ്പിൽ വോട്ടർമാരെ ഓർമ്മിപ്പിക്കാതിരിക്കാൻ വേണ്ടി മനഃപൂർവ്വം പറയാതിരുന്നു എന്നും കൂടിയുണ്ട്. പത്തനംതിട്ടയിൽ വീണ ജോർജ് മറന്നുപോയൊരു വാക്കായിരുന്നു ശബരിമല. LDFിന്റെ പ്രചരണത്തിൽ ഒട്ടും കേൾക്കാതെ പോയൊരു പദമായിരുന്നു ശബരിമല. ഒരു പ്രചരണത്തിലും LDF ഉപയോഗിച്ചിട്ടില്ല, ഒരിടത്തും ഉപയോഗിച്ചിട്ടില്ല ശബരിമല എന്ന വാക്ക്. അത് ഭയമായിരുന്നു LDFിന്, സ്ഥാനാർത്ഥികൾക്ക്, പ്രചാരകർക്ക്, ഈവൻ എന്തിന് പിണറായി വിജയന് പോലും. നിങ്ങൾക്ക് അങ്ങനെ വിലയിരുത്താം, അതിലൊന്നും ഞാൻ എതിരല്ല. കാരണം നിങ്ങളുടെ വീക്ഷണം നിങ്ങൾക്ക് അവതരിക്കാം. പക്ഷെ ഞങ്ങൾക്ക് കൃത്യമായിട്ട് ബോധ്യമുണ്ടായിരുന്നു ഈ തെരഞ്ഞെടുപ്പിൽ BJP നിശ്ചയിച്ച അജണ്ടയല്ല കേരളത്തിലുണ്ടായത് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മുന്നണി എന്നുള്ള നിലയിൽ അതിന്റെ നേതാവ് സഖാവ് പിണറായി വിജയൻ നയിച്ച പ്രചരണ ക്യാമ്പയിനിൽ ഉണ്ടായത് കേന്ദ്ര സർക്കാരിനെതിരായിട്ടുള്ള ജനകീയ വികാരം, അവർ ഉയർത്തിക്കൊണ്ടുവന്ന വർഗീയത, ആ വർഗീയത വീഴുമെന്നാണ് പറഞ്ഞത്. അവർ രാജ്യത്ത് കൊണ്ടുവന്ന വർഗീയത അത് കേരളത്തിൽ ശബരിമല ഉൾപ്പെടെ എടുത്തുകൊണ്ട് നടപ്പിലാക്കാൻ ശ്രമിച്ചത് ആ വർഗീയത വീഴുമെന്ന് തന്നെയാണ്. ആ ക്യാമ്പയിൻ നന്നായിട്ട് ഏശിയത് കൊണ്ടാണ് എവിടെയും ഞങ്ങൾക്ക് ശബരിമലയെ കുറിച്ച് ഇവർ ഇത്രമാത്രം BJPയും UDFും മാറി ആ വിഷയം പ്രയോഗിച്ചിട്ടും ഞങ്ങൾക്കൊരു മറുപടി പറയേണ്ടി വരാതിരുന്നത്. കാരണം അത്രമാത്രം ജനത്തിന് ആ വിഷയത്തിലുള്ള LDFിന്റെ നിലപാട് ബോധ്യപ്പെട്ടു. ആ ബോധ്യപ്പെട്ടതിന്റെ തെളിവാണ് ഇപ്പൊ BJPക്കുള്ളിൽ RSSനുള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്ന തമ്മിലടി. അത് ഗോപാലകൃഷ്ണൻ പറഞ്ഞ പോലെ ഞങ്ങൾ കാര്യമായിട്ട് എടുത്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞാലും ശരി, ഇപ്പോ RSSനുള്ളിൽ അത് രൂക്ഷമായ തമ്മിലടി. കാരണം അവർക്ക് പോലും നിലപാടില്ലാത്ത വിഷയ. ശ്രീ ഹരി എഴുതിയ പുസ്തകം ഉണ്ടല്ലോ, അദ്ദേഹം നേരത്തെ ഒരു പുസ്തകത്തെ കുറിച്ച് പറഞ്ഞു. കുരുക്ഷേത്ര പ്രകാശൻ പബ്ലിഷ് ചെയ്തിട്ടുള്ള ചട്ടങ്ങളെ മാറ്റിയെടുക്കണം എന്ന് പറയുന്ന പുസ്തകം, ആ പുസ്തകത്തിലെ 1ാമത്തെ ലേഖനം ധൈര്യമുണ്ടെങ്കിൽ ശ്രീ ഗോപാലകൃഷ്ണൻ ഇവിടെ വായിക്ക്, അതിനകത്ത് കൊണ്ടുവരാൻ നോക്ക്. അവിടെ എന്താ ശ്രീ ഹരി എന്ന് പറയുന്ന താങ്കളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രാമാണികനായ നേതാവ് പറഞ്ഞിട്ടുള്ളത്? അത് ഈ നരേന്ദ്രമോദി പറയുന്ന പോലെ മണ്ടത്തരം പറയുന്ന ആളല്ലല്ലോ. അദ്ദേഹം ഏറ്റവും പരിണിത പ്രജ്ഞനായ വിവിധ ഭാഷകൾ അറിയാവുന്ന നല്ല പണ്ഡിതനാണ് ശ്രീ ഹരി. RSS ആണെന്നുള്ള ഒരു പോരായ്മയെ ഉള്ളൂ. പക്ഷെ നിങ്ങളാണ് പ്രസിദ്ധീകരിച്ചത്. ഈ പറയുന്ന ശങ്കുട്ടിദാസിന്റെയും ഒക്കെ വിഷമം. ഞാൻ വരാം VPP മുസ്തഫ, അതിനൊരു പെട്ടെന്നൊരു മറുപടി ഗോപാലകൃഷ്ണൻ. അല്ല, ആ പുസ്തകത്തിന്റെ പേര് അദ്ദേഹം പറഞ്ഞത് തന്നെ തെറ്റാണ്. അങ്ങനെ ഒരു പുസ്തകം ഇല്ല. 1982 കാലഘട്ടത്തിൽ എഴുതിയ ഒരു പുസ്തകമാണ്. ആ പുസ്തകത്തിൽ ഇത് മാത്രമല്ല, പറയട്ടെ, അല്ല പറഞ്ഞോട്ടെ, അത് 1982 കാലഘട്ടത്തിൽ എഴുതിയ പുസ്തകമാണ്. ആ പുസ്തകത്തിൽ അദ്ദേഹത്തിന്റെ വീക്ഷണം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വീക്ഷണം ഏതാണെന്നറിയോ നിങ്ങൾക്ക്? നിങ്ങൾക്ക്
സാർ നിങ്ങൾക്ക് അറിയില്ലേ, നിങ്ങളിങ്ങനെ അറിയില്ലാത്ത കാര്യം പറയല്ലേ? 1982 ആ പുസ്തകം ഇറങ്ങിയതിന്റെ കോപ്പി എന്റെ കയ്യിലുണ്ട്. 1985 ഞാൻ കേരള കോളേജിൽ പ്രസംഗിക്കുമ്പോ എന്റെ കൈവശം ആ പുസ്തകമുണ്ട്. താങ്കൾക്ക് കുരുക്ഷേത്ര പ്രകാശനം അത് പൂർത്തീകരിച്ചുള്ളത്. താങ്കൾ തെറ്റായിട്ട് പറയരുത്. സാർ നിങ്ങൾക്കറിയാത്ത കാര്യത്തെക്കുറിച്ച് നിങ്ങൾ തെറ്റാണെന്ന് പറയില്ല. 2017 വീണ്ടും ഇറക്കിയിട്ടുണ്ടാവും. ഇത് 1982 ഈ പുസ്തകം ഇറക്കുകയും 85 ഞാൻ ഈ പുസ്തകത്തെ കുറിച്ച് അറിയുന്ന കാര്യം തന്നെയാണ്. എനിക്കറിയുന്ന കാര്യമാണ്. ഞാനത് വായിച്ചിട്ടുള്ളതാണ്. ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ഉപയോഗിച്ചിട്ടുള്ളതാണ്. അതിനോട് ഒന്നിലും അദ്ദേഹത്തോടും ഉണ്ടായിരിക്കാൻ പറയാം. ഞാൻ വെറുതെ ബഹളം വെക്കാനായിട്ട് ആ പതിപ്പ് തിരിച്ചു പിൻവലിച്ചിട്ടില്ല. ഗോപാലകൃഷ്ണൻ സംസാരിച്ചു. ഞാനൊന്ന് സംസാരിക്കട്ടെ. ഞാൻ സംസാരിക്കുമ്പോൾ ഇടയിൽ നിങ്ങൾ സംസാരിക്കല്ലേ? സംസാരിക്കട്ടെ എന്ന് പറയുന്നത് 1982 ഇറക്കിയ പുസ്തകമാണ്. ഞാൻ പറയട്ടെ. ഗോപാലകൃഷ്ണൻ തുടരൂ. നമുക്ക് സമയം അധികമില്ല. ശ്രീ ഗോപാലകൃഷ്ണൻ തുടരൂ. 1982 ഇറക്കിയ പുസ്തകമാണ്. ആ പുസ്തകത്തിന്റെ പല പതിപ്പുകളും വന്നിട്ടുണ്ട്. വീണ്ടും 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 അച്ചടിച്ചിട്ടുണ്ട്. ആ പുസ്തകത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ യേശുദാസിനെ കയറ്റണം എന്നുള്ളതാണ്. അത് ഇതുവരെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. ഗുരുവായൂർ ക്ഷേത്രത്തിൽ യേശുദാസിനെ കയറ്റണം, അദ്ദേഹം വെളിയിൽ നിൽക്കാൻ പാടില്ല. ആ പുസ്തകത്തിലെ പ്രധാനപ്പെട്ട സാധനമാണ്. അതൊരു പ്രത്യേക വീക്ഷണത്തിൽ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് ചെയ്തിട്ടുള്ളതാണ്. അത് അദ്ദേഹത്തിന്റെ അഭിപ്രായമാണ്. വ്യക്തിപരമായ അഭിപ്രായം പറയാൻ എല്ലാവർക്കും അവകാശമുണ്ട്. ഞങ്ങളുടെ സംഘടനയിൽ, നിങ്ങളുടെ സംഘടന മാതിരിയല്ല, മുസ്തഫയുടെ സംഘടന മാതിരിയല്ല. വ്യക്തിപരമായ അഭിപ്രായം പറഞ്ഞാൽ പിണറായി വിജയനെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ തൂക്കിലിടുന്ന സംഘടനയല്ല ഞങ്ങളുടെ സംഘടനയിൽ അഭിപ്രായം പറയാം. ആർഹരിക്ക് അദ്ദേഹത്തിന്റെ അഭിപ്രായം പറയാം. ആർഎസ്എസിന്റെ പ്രസിദ്ധീകരണ വിഭാഗം നടക്കില്ലല്ലോ. ആർഎസ്എസിന്റെ പ്രസിദ്ധീകരണ വിഭാഗം ആ പുസ്തകം നടക്കില്ലല്ലോ. വിഷയമല്ലല്ലോ. അല്ലല്ല, ആ വിഷയമല്ലല്ലോ ഇവിടുത്തെ ചർച്ച. ഇവിടുത്തെ ചർച്ചയിലേക്ക് നമുക്ക് വരാം. അതുകൊണ്ട് ആ വിഷയം നിങ്ങൾ മാറ്റിവെച്ച് വേറെ ദിവസം ചർച്ചയ്ക്ക് വെച്ചോ, ഞാൻ വരാം. അതല്ല ഇവിടുത്തെ ചർച്ച. ഏതെങ്കിലും 3-4 ആൾക്കാർ ഏതെങ്കിലും സോഷ്യൽ മീഡിയയിൽ സംസാരിച്ചാൽ അതിന്റെ പിന്നാലെ വന്ന് ഞങ്ങൾക്ക് നേരമില്ല, സമയവുമില്ല. ആ പുസ്തകം എന്ന് പറയുന്നത് വളരെ കൃത്യമാണ്. അത് 1982 ഇറക്കിയ പുസ്തകമാണ്. സംശയം ഉണ്ടെങ്കിൽ ആർഹരി ജീവിച്ചിരിപ്പുണ്ട്, പോയി കണ്ടോളൂ. ഇനി അത് മാറ്റിവെക്കുക. ഈ വിഷയത്തെ കുറിച്ച് പറഞ്ഞാൽ വർഗീയത വീഴുമെന്ന് നിങ്ങൾ പറഞ്ഞത് എന്തിനാ? നിങ്ങൾ ശബരിമലയെ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്. അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി ഈ നാട്ടിലെ ജനങ്ങൾക്കുണ്ട്. എന്നാൽ നിങ്ങൾക്ക് വർഗീയത മാറ്റി മോദി വീഴുമെന്ന് പറയായിരുന്നില്ലേ? അത് പറഞ്ഞില്ലല്ലോ. വർഗീയത വീഴും. അപ്പൊ ജനങ്ങൾ ചിന്തിച്ചു, വർഗീയത വീഴുമെന്ന് പറഞ്ഞപ്പോൾ ഓരോ വിഷയം ചിന്തിച്ചു. ഞാനൊരു കാര്യം പറയാം സുഹൃത്തെ, നിങ്ങളാണ് ഈ നാട്ടിൽ വർഗീയത ഉണ്ടാക്കുന്നതെന്ന് ജനങ്ങൾക്ക് ഇന്ന് ബോധ്യമായതുകൊണ്ട് നിങ്ങളുടെ വോട്ട് ബാങ്കും തകരും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമാണ്. ഞങ്ങൾക്കൊരു ആശയമുണ്ട്. ആ ആശയം ഞങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. അപ്പോ ഞങ്ങളുടെ ആശയം എന്ന് പറയുന്നത് ഹിന്ദുത്വമാണ്. അത് പറഞ്ഞുകൊണ്ടാണ്. നിങ്ങളെ മാതിരിയുള്ള തട്ടിപ്പ് പരിപാടിയൊന്നും ഞങ്ങൾക്കില്ല. അതുകൊണ്ട് കൃത്യമായിട്ടുള്ള ആശയം മുന്നിൽ വെച്ച് പോകുമ്പോൾ ആ ആശയത്തിന് അടിസ്ഥാനപരമായിട്ട് ഗുണകരമായിട്ട് വരുന്ന ഓരോ സന്ദർഭത്തെയും ഞങ്ങൾ വിനിയോഗിക്കും. ഇപ്പോൾ കേരളത്തിൽ ഞാൻ അരുണിനോട് പറയാം, നിഷ്പക്ഷനായിട്ടുള്ള ഒരു പത്രപ്രവർത്തകനാണല്ലോ താങ്കൾ. എന്റെ ഈ കേരളത്തിൽ ശ്രീലങ്കയിൽ സ്ഫോടനം നടന്നു, കേരളത്തിൽ അറസ്റ്റ് നടന്നു, നിരവധി അറസ്റ്റ്. NIA കൃത്യമായി പറഞ്ഞു, കേരളത്തിലെ ഏതെങ്കിലും ഒരു മാധ്യമം, ഞാൻ 24എങ്കിലും അത് ചർച്ച ചെയ്യും, അരുണെങ്കിലും ചർച്ച ചെയ്യുമെന്ന് വിചാരിച്ചു. ചർച്ച ചെയ്തില്ല. ഒരാൾ പോലും ചർച്ച ചെയ്തില്ല. എന്താ കാരണം? നിങ്ങൾക്കൊക്കെ ഭയമാ. ഇടതുപക്ഷത്തിന് പേടി, വലതുപക്ഷത്തിന് പേടി. ഞങ്ങൾ 29-ാം തീയതി ആഗോള ഭീകരതയ്ക്കെതിരെ ക്രൈസ്തവ മുന്നേറ്റം ഞങ്ങൾ വെച്ചിട്ടുണ്ട്. ഇത് ശബരിമല വിഷയം മാത്രമല്ല. ക്രൈസ്തവരുടെ സമ്മേളനം ഞങ്ങൾ വിളിച്ചിട്ടുണ്ട്, ക്രൈസ്തവ മുന്നേറ്റം വെച്ചിട്ടുണ്ട്. അത് ഞങ്ങൾ കൃത്യമായിട്ടുള്ള കാഴ്ചപ്പാടോടുകൂടി തന്നെയാണ് വെക്കുന്നത്. ഇത് ഞങ്ങൾ വെക്കുമ്പോൾ ഞങ്ങൾ ക്രൈസ്തവരെ സംഘടിപ്പിക്കാൻ പോകുന്നതെന്ന് നിങ്ങൾ വേവലാതി കൂട്ടിയിട്ട് കാര്യമില്ല. ഞങ്ങൾ ഈ നാട്ടിൽ നടക്കുന്ന വിഷയത്തെ മുന്നിൽ വെക്കും. അതിന്റെ കൂടെ തന്നെ പിണറായി വിജയൻ ചെയ്യുന്ന തോന്നിവാസവും പറയും. പിന്നെ നിങ്ങൾ പറഞ്ഞു ശബരിമലയെ ഞങ്ങൾ മിണ്ടിയിട്ടില്ല. എന്തിനാ മിണ്ടുന്നത്? ഞങ്ങൾക്ക് പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരാൾ മതി. നാമം ജപിച്ചപ്പോൾ ഫീസ് ഊരിയതോടുകൂടി പിണറായി വിജയന്റെ ഫീസ് ഈ നാട്ടിലെ ജനങ്ങൾ ഊരി സാറേ. അതുകൊണ്ടാണ് ഇത് ഉണ്ടാവാൻ പോകുന്നത്. ഭഗവതി ക്ഷേത്രത്തിൽ ശരണം വിളിച്ചപ്പോഴെന്ന് പറയൂ. ഭഗവതി ക്ഷേത്രത്തിൽ ശരണം വിളിച്ചപ്പോഴെന്ന് പറയൂ ശ്രീ അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ. നമുക്കതിലേക്ക് വരാം. പ്രതിഷേധമായിട്ട് നാമജപത്തെ അവതരിപ്പിച്ചതിന്റെ ഫലമൊക്കെ നമുക്കിനി കാണാം. എന്തായാലും 23-ാം തീയതി ഫലം പ്രഖ്യാപനം വരുമല്ലോ. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം നമ്മൾ തിരിച്ചു വരും. മറുപടി പറയാൻ ഷുക്കൂറിനും ശ്രീ VPP മുസ്തഫയ്ക്കും സജീവനും സമയമുണ്ട്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം തിരികെ വരാം. This is 24.